മക്കളെ, അമൃത മിസ് ആണ്. മിസ് എന്ന് വന്നിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് MCQസിൽ ക്വസ്റ്റ്യൻ വരിക, അതായത് ഇതിൽ വരാൻ സാധ്യതയുള്ള 5 ടൈപ്പ് ഓഫ് MCQs നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്ലോസ്ഡ് ഫിഗർ ഈസ് നോട്ട് എ പോളിഗൺ? അതായത് എന്താണ് പോളിഗൺ എന്ന് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ. എന്താണ് പോളിഗൺ? ഒരു ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ ചിത്രത്തെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ 4 ഫിഗേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ 4 ഫിഗേഴ്സും എന്താണ്? ക്ലോസ്ഡ് ആണ്. 4 ഫിഗേഴ്സും ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ പോളിഗണിനെ തിരിച്ചറിയും? ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പ്രത്യേകം നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഫിഗർ ക്ലോസ്ഡ് ആണ്, മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഇത് ക്ലോസ്ഡ് ആണ്, പക്ഷേ ഒരു സൈഡ് മാത്രം എന്താണ്? ഒരു കർവ് ആണ്. റെഡി? അപ്പൊ ഇത് എന്തല്ല? പോളിഗൺ അല്ല. ഇത് പോളിഗൺ അല്ല. ബിക്കോസ് എന്തല്ല? ദിസ് ഈസ് നോട്ട് മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ബാക്കി ഫിഗേഴ്സ് നോക്കിയേ, എല്ലാം പക്ക ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സെറ്റ് അല്ലേ? റെഡി? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ മെഷർ ഓഫ് എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഈ ഫിഗറിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. റൈറ്റ്? അപ്പൊ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, ഫിഗർ ഒന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആംഗിൾ ആണ് അല്ലെ, പുറത്തുള്ള ആംഗിൾ ആണ് എക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് എനി പോളിഗൺ. നിങ്ങൾ ഏത് പോളിഗൺ എടുത്താലും സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. നിങ്ങൾ ഏത് പോളിഗൺ എടുത്തോ, ഏത് പോളിഗൺ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ ഈസ് ഓൾവേസ് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എക്സ് ഡിഗ്രി പ്ലസ് 85 പ്ലസ് 30 പ്ലസ് 130 ഇസ് ഈക്വൽ ടു 360 ആണ്. എക്സ്റ്റേണൽ ആംഗിൾസ് എല്ലാം മിസ് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 85 30 130 130 പ്ലസ് 30 160 പ്ലസ് 85 245. എക്സ് പ്ലസ് 245 എന്ന് പറഞ്ഞാൽ 360 ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 360 മൈനസ് 245 അല്ലെ. 360 മൈനസ് 245 എത്രയാ വരിക? 360 മൈനസ് 245 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 360 മൈനസ് 245 360 മൈനസ് 245. ഇവിടെ 5 വരും, 1 വരും അല്ലേ. 5 4 പോയ 1 ആണ്, 3 2 പോയ 1 ആണ്. ആൻസർ എന്ന് പറയുന്നത് 115 ഡിഗ്രീസ്. റെഡി? 115 ഡിഗ്രീസ്. ശരിയല്ലേ? ശരിയല്ലേ? അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് MCQs. മൂന്നാമത്തത്, ഇനി ഓരോ ക്വാഡ്രിലാറ്ററൽസിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓരോ ക്വാഡ്രിലാറ്ററൽസിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതിനൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ മിസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഡയഗണൽസ് ഓഫ് എ കൈറ്റ്. ഡയഗണൽസ് ഓഫ് എ കൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് അറിയണം വാട്ട് ഈസ് എ കൈറ്റ്. എന്താണ് കൈറ്റ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് കൈറ്റ്? 2 അഡ്ജസൻറ്റ് സൈഡുകൾ ഈക്വൽ ആയ ഫിഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൈറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അഡ്ജസൻറ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഫിഗേഴ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 2 പെയർ, അതായത് ഇങ്ങനെ വരും. റെഡി? ഇവർ 2 പേരും ഈക്വൽ ആണ്. ഇവർ 2 പേരും ഈക്വൽ ആണ്. ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ കൈറ്റ് എന്ന് പറയുന്നത്. ഒരു കൈറ്റിന്റെ ഷേപ്പ് നമുക്കറിയാം, പട്ടം അല്ലേ. ഇവർക്ക് 2 ഡയഗണൽസ് ഉണ്ടല്ലോ, ഒരാൾ ഇങ്ങനെ, ഒരാൾ ഇങ്ങനെ. ഒരു വലിയ ഡയഗണലും ഒരു കുഞ്ഞു ഡയഗണലും. ഈ ഡയഗണൽസിന്റെ പ്രത്യേകത എന്താ? ഇവർ 2 പേരും പെർപെൻഡിക്കുലർലി ബൈസെക്ട് ചെയ്യുന്നവർ, പെർപെൻഡിക്കുലറി ഇന്റർസെക്ട് ചെയ്യുന്നവരാണ്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. 2 ഡയഗണലും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ബൈസെക്ട് ചെയ്യുമോ? ഇല്ല. കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്.
വലുത് ചെറുതിനെ ബൈസെക്ട് ചെയ്യും. ഇത് രണ്ടും ഈക്വലാ, പക്ഷെ എല്ലാം ബൈസെക്ട് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബൈസെക്ട് ഈച്ച് അതർ അല്ല, ബൈസെക്ട് ഈച്ച് അതർ അല്ല. ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ശരി. ഡസ് നോട്ട് ബൈസെക്ട് ഈച്ച് അതർ, നൺ ഓഫ് ദി അബോവ്. ഏതാ ഓപ്ഷൻ? ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ പ്രോപ്പർട്ടീസ് മക്കൾ പഠിക്കുമ്പം എല്ലാ പ്രോപ്പർട്ടീസും അരിച്ച് പെറുക്കി വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരാളെപ്പോലും നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വെച്ച് മാറ്റി നിർത്തരുത്. എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി? അടുത്ത നോക്കിയേ, ദ പെരിമീറ്റർ ഓഫ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാം ഉണ്ട്. ഓക്കെ, പാരലോഗ്രാം മിസ് വരയ്ക്കാം. യെസ്, ഒരു പാരലോഗ്രാം ഉണ്ട്. ആ പാരലോഗ്രാമിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പി 180 സെന്റിമീറ്റർ ആണ്. എന്താണ് പെരിമീറ്റർ? ടോട്ടൽ ബൗണ്ടറി ലെങ്ത് ആണ്. റെഡി? വൺ സൈഡ് എക്സീഡ്സ് ദ അനദർ ബൈ 10 സെന്റിമീറ്റർ. അതായത് ഒരു സൈഡ് എക്സ് ആണെന്ന് വിചാരിക്കുക, അടുത്ത സൈഡ് എന്തായിരിക്കും? എക്സീഡ് ബൈ 10, എക്സ് പ്ലസ് 10. റെഡി? പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 10 ആണെങ്കിൽ ഇവിടെയും എക്സ് പ്ലസ് 10 ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ പഠിച്ചതല്ലേ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടിയിൽ. ഇനി പെരിമീറ്റർ എങ്ങനെയാ കാണുക? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 പ്ലസ് എക്സ് പ്ലസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 അല്ലേ? എല്ലാ സൈഡും ആഡ് ചെയ്യുന്നതല്ലേ പെരിമീറ്റർ. ഇനി ഇവരെല്ലാം ആഡ് ചെയ്താലോ? എക്സ് 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 4x പ്ലസ് 10 പ്ലസ് 10 20 ഈക്വൽ ടു 180. റെഡി? 4x ഈക്വൽ ടു 180 മൈനസ് 20 എത്രയാ? 160. അപ്പോൾ എക്സ് എന്ത് വരും? 160 ഡിവൈഡഡ് ബൈ 4 40 സെന്റിമീറ്റർ. എക്സ് എന്ന് പറഞ്ഞ് 40 സെന്റിമീറ്റർ ആണ്. എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. 40 ആൻഡ് 50. ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 5th ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രിലാറ്ററൽ ഹാസ് 2 pairs ഓഫ് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് ദ ഡയഗണൽസ് ഇന്റർസെക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ പാരലോഗ്രാം എന്നാ പറഞ്ഞത്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ അല്ല. അപ്പം അത് തെറ്റാണ്. പിന്നുള്ളത് റോംബസ് ആണ്. റോംബസ് ഒക്കെ റോംബസിനെ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഇതാണ് നമ്മളുടെ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ദിസ് ഇസ് ദ റോംബസ്. ഇവിടെ ഓക്കെ, ഏകദേശം റോംബസ് ആയി. റോംബസിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. യെസ്, ആക്ച്വലി റോംബസിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ അഡ്ജസൻറ്റ് പെയർ ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഡയഗണൽസ് ഇന്റർസെക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾ. ഡയഗണൽസ് ഇന്റർസെക്ടിങ് അറ്റ് റൈറ്റ് ആംഗിൾ. യെസ്, റോംബസിന്റെ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്നത് റൈറ്റ് ആംഗിളിൽ തന്നെയാണ്. അതും ശരിയാണ്. സോ ആൻസർ ഇസ് റോംബസ്. എന്നാലും നമുക്ക് നോക്കാം ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ കേസ് എന്താ? ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആവണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പക്ഷെ ഈ പറഞ്ഞ കണ്ടീഷൻ ഒന്നുമല്ല. ലാസ്റ്റ് വൺ റെക്ടാംഗിൾ. റെക്ടാംഗിളിലും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. എവിടെയും എന്ത് പറയുന്നില്ല? അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ എന്ന് പറയുന്നില്ല. സോ ദ ആൻസർ ഹിയർ ഇസ് റോംബസ്. റോംബസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മക്കളെ, ഈ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ ചാപ്റ്ററിലെ ഈച്ച് ആൻഡ് എവറി ക്വാഡ്രിലാറ്ററലിന്റെ പ്രോപ്പർട്ടീസ് നല്ല വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. റെഡി? അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായിട്ട് മിസ് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് ചോദിക്കുക. നമ്മൾ അതൊക്കെ സോൾവ് ചെയ്ത് തരുന്നതാണ്. Okay, so thank you students, thank you so much for your valuable time. Have a great time. Bye bye.